ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ കർത്താവിന്റെ കരം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജോഷുവയുടെ ജീവിതം വളരെ ശ്രമകരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. കനാൻ ദേശം ആക്രമിച്ച് കീഴടക്കുക, ഏറെക്കുറെ 12 ഗോത്രങ്ങൾക്കായി തർക്കമില്ലാത്ത വിധത്തിൽ വിഭജിച്ച് നൽകുക. ജോഷുവയോട് കർത്താവായ ദൈവം പറഞ്ഞു, 1 അധ്യായം 9 തിരുവചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ടെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പുറപ്പാട് പുസ്തകത്തില് 33 അധ്യായം 14 തിരുവചനം, സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. 14 തിരുവചനത്തിലേക്ക് നോക്കുമ്പോഴോ, ഞാൻ തന്നെ നിന്നോടുകൂടെ വരും, നിനക്കാശ്വാസം നൽകുകയും ചെയ്യും. എത്ര ഉറപ്പാണ്! യെശയ്യാ പ്രവചനത്തില് 49 അധ്യായം 1-2 തിരുവചനങ്ങള് നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവം. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ നാമകരണം ചെയ്തു. എന്നെ മൂർച്ചയുള്ള വാളാക്കി തൻ്റെ കൈയുടെ നിഴലില എന്നെ മറച്ചത്. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ നാം നിരാശപ്പെടരുത്. ദൈവം നമ്മോടൊപ്പമുണ്ട്. അക്കരം പിടിക്കാൻ മറക്കരുതേ. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടേത്. ആമേൻ.